ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിൽ ആവശ്യം വന്ന സാധനങ്ങൾ, ആവശ്യം വരാത്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കുമ്പോൾ അത്യാവശ്യം കരുതേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ട് വന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റി എന്തായാലും കൊണ്ടുപോയായിരുന്നു, ഒരു 4 എണ്ണം കൊണ്ടുപോയായിരുന്നു. കാരണം നമ്മൾ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ 5 ദിവസമായിരുന്നു അവിടെ അവർ നമ്മൾ അഡ്മിറ്റ് ആയിരുന്നത്. സി സെക്ഷൻ ആണെങ്കിൽ 7 ദിവസം അഡ്മിറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ ഒരു 4 നൈറ്റി ഞാൻ കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ 4 നൈറ്റി ആവശ്യം വന്നു. കാരണം സ്കേർട്ടിൻ്റെ ആവശ്യം എനിക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമായിരുന്നു ആവശ്യം വന്നത്. ഡെലിവറിക്ക് മുൻപ് സ്കേർട്ടിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ പാൻറ്റീസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പാൻറ്റീസ് ഞാനങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ആകെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇട്ട് പോയി ആ ഒരു പാൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെറ്റർനിറ്റി പാഡും മെറ്റർനിറ്റി പാൻറ്റീസും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ മെറ്റർനിറ്റി പാഡും മെറ്റർനിറ്റി പാൻറ്റീസും എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു. സോ അതൊന്ന് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കരുതിക്കോളൂ. ആ ടൈം കുഞ്ഞിനായിട്ടുള്ള നല്ല ഡ്രസ്സുകളുണ്ടല്ലോ, ജെവലാസ്, ബൂട്ടീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, മെറ്റൽസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ച് ജനിക്കുമ്പോൾ കയ്യിൽ നല്ലപോലെ നഖം ഉണ്ടാവും. സോ അതുകൊണ്ട് മെറ്റൽസൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി സോക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി കൊച്ച് കംഫർട്ടബിൾ ആയിരുന്നോളൂ. പിന്നെ കൊച്ചിന് കുറച്ച് ടർക്കികൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തോളൂ. ടർക്കി ടവൽസ് കുറച്ച് കൂടുതലായി നിങ്ങൾ കരുതിക്കോളൂ. കാരണം കൊച്ച് ജനിച്ച് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പിലാവും. സോ നമ്മൾ അതിന് ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചൂടായിട്ട് റാപ്പ് ചെയ്ത് തന്നെ വെക്കണം. സോ ഒരു കുറച്ചധികം ടവൽസും കാര്യങ്ങളൊക്കെ കരുതിക്കൊള്ളണം. പിന്നെ എന്താ, നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ടവൽസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ടർക്കിയും കാര്യങ്ങളൊക്കെ കരുതിക്കോളൂ. പിന്നെ സോപ്പ്, പേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കരുതുന്നു എനിക്കറിയാം. പക്ഷെ പറഞ്ഞു പോയി അപ്പോൾ പറയാമെന്ന് മാത്രം. ഓക്കെ, പിന്നെ എനിക്ക് ആവശ്യം വന്നിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ ഫ്ലാസ്ക് ഞാൻ കൊണ്ടുപോയായിരുന്നു, പക്ഷേ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കാണിച്ച ഹോസ്പിറ്റലിൽ നോർമൽ വാട്ടർ, അതേപോലെ ഐസ് വാട്ടർ, ഹോട്ട് വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം വെള്ളം ഹോട്ട് വാട്ടർ വേണമെങ്കിൽ അപ്പോൾ പോയിട്ട് കുപ്പിയിലെടുത്തിട്ട് വരികയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബാത്റൂമിലാണെങ്കിലും അതുപോലെ തന്നെ 3 ടൈപ്സ് വാട്ടർ ഉണ്ടായിരുന്നു, ഹോട്ട് വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ ബക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. കാരണം എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ഇത് രണ്ടാമത്തെ ഡെലിവറി ഉണ്ടായിരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ പ്രൈവറ്റിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഗവൺമെൻറ് പോവുകയാണെങ്കിൽ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ പ്രൈവറ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗവൺമെൻറ് പോകുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, എന്തായാലും ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇത് പറയുന്നത് പ്രൈവറ്റിലാണ്. പിന്നെ നമ്മൾ ആ പ്രസവിക്കുന്ന ടൈമിൽ ഗൗണൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ തരും. സോ അതാണ് ഇടുക. അങ്ങനെ അതിന് ശേഷം നമുക്ക് അങ്ങനെ ഫുഡിനായിട്ട് എക്സ്ട്രാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല. അവിടുന്ന് തന്നെ നമുക്ക് പ്ലേറ്റും ഫുഡിനുള്ള ലഞ്ച് ബോക്സും എല്ലാം അവർ തന്നെ നമുക്ക് തരുമായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ട് അതവിടെ വെച്ച് അവർ തന്നെ എടുത്ത് കൊണ്ടുപോയിരുന്നു. സോ അതൊന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് KMCH കോയമ്പത്തൂർ, തമിഴ്നാട്ടിലെ KMCH ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു ഡെലിവറി. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ തന്നെയാണ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നല്ല. ഒരുപാട് സംഭവങ്ങൾ വേവിച്ച് വാരി കൊണ്ടുപോകണമെന്നൊന്നുമില്ല. പിന്നെ കൊച്ചിന് ഡയപ്പറാണ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഡയപ്പർ വേണ്ട, തുണി കെട്ടിക്കൊടുത്തോളൂ, എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഡയപ്പർ കെട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ഡയപ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ തുണി ഞാൻ ഒരുപാട് എടുത്തിട്ട് പോയായിരുന്നല്ലോ. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൽ ഞാൻ ഒരുപാട് തുണി എടുത്തിട്ടുണ്ട്. വൈറ്റ് ക്ലോത്ത് ആണെങ്കിലും അതല്ലാത്ത സാധാ കളർ കോട്ടൻ്റെ ക്ലോത്ത് ആണെങ്കിലും ഞാൻ മടക്കി നന്നായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൊച്ചിന് കെട്ടിക്കൊടുക്കാൻ കോട്ടൻ്റെ. എന്നിട്ട് മോഷണമല്ല പോകുമ്പോൾ വൈപ്പ് ചെയ്തിട്ട് പിന്നെയും മാറ്റി മാറ്റി കെട്ടിക്കൊടുക്കുകയുണ്ടായിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ അലക്കിയിടാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ആ ഒരു തുണി നമ്മൾ അവിടെ വേറെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെന്താ, അപ്പോൾ എനിക്ക് കോട്ടൻ്റെ ക്ലോത്തുകൾ നല്ലപോലെ യൂസ്ഫുൾ ആയിരുന്നു. നൈറ്റി, കോട്ടൻ്റെ ക്ലോത്ത്, ടവൽസ്, കൊച്ചിനുള്ള ടർക്കി, കൊച്ചിനുള്ള ഡ്രസ്സ്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് സംഭവങ്ങൾ വലിച്ചു വാരി ബാഗ് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്തിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അതേപോലെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും